നമസ്കാരം. ഇടത് സർക്കാരിന്റെ നമ്പർ 1 കേരളത്തിന്റെ നമ്പർ 1 മേഖലയായിട്ടുള്ള ആരോഗ്യ മേഖല അട്ടർ ഫ്ലോപ്പാണ്. ഫ്ലെക്സ് അടിച്ച് പബ്ലിസിറ്റി കൂട്ടി പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതല്ലാതെ സർക്കാർ ആരംഭിക്കുന്ന പദ്ധതികളെല്ലാം പരാജയം മാത്രമായി മാറുന്നു എന്നത് വസ്തുത. പക്ഷേ അത് ജീവൻ മരണ പോരാട്ടം നടത്തേണ്ടി വരുന്ന ആരോഗ്യ മേഖലയിലാണ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ദയനീയമായി തോന്നും. ഇപ്പോഴിതാ കാരുണ്യ പദ്ധതിയും പരാജയത്തിന്റെ അങ്ങേയറ്റത്ത് എന്ന റിപ്പോർട്ട് പുറത്തുവരികയാണ്. പദ്ധതിയുടെ പേരിൽ 1255 കോടി രൂപ ഇപ്പോൾ കുടിശ്ശികയായി ഉണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കാരുണ്യ ബെനവലന്റ് ഫണ്ട് കുടിശ്ശിക 217.68 കോടിയോളം രൂപയുണ്ട്. ചികിത്സാ ധനസഹായത്തിലെ കുടിശ്ശികയുടെ വിശദാംശങ്ങൾ സംബന്ധിച്ച് TJ വിനോദ് MLA ചോദിച്ചപ്പോഴാണ് നിയമസഭയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ കുടിശ്ശിക കണക്കുകൾ പുറത്തുവിട്ടത്. ആരോഗ്യ കിരണത്തിന് 3.99 കോടി രൂപ കുടിശ്ശികയായി കിടക്കുന്നുണ്ടത്രേ. ഹൃദയത്തിന്റെ കുടിശ്ശിക 10.38 കോടിയും JSSK കുടിശ്ശികയായി 34.87 കോടിയും RBSK കുടിശ്ശികയായി 10.12 കോടി രൂപയും ഉണ്ട് എന്നതാണ് വീണ ജോർജ് വ്യക്തമാക്കുന്നത്. ഇതിനു പുറമെ 2023-24 കാലഘട്ടത്തിൽ 637 കോടിയുടെ കേന്ദ്ര സർക്കാർ വിഹിതം ലഭിക്കാത്തതിൽ ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ പദ്ധതികളും കുടിശ്ശികയായി നിൽക്കുന്നുവെന്ന് വീണ ജോർജ് പറയുന്നു. 2169.04 കോടിയുടെ കുടിശ്ശികയാണ് രോഗികൾക്കും ചികിത്സ നൽകിയ ആശുപത്രികൾക്കുമായി സർക്കാർ നൽകാനുള്ളത്. ഉമ്മൻചാണ്ടിയുടെയും KM മാണിയുടെയും അഭിമാന പദ്ധതിയായിരുന്ന കാരുണ്യ പദ്ധതി അവതാളത്തിലായി കൊണ്ടിരിക്കുകയാണെന്ന് ചുരുക്കം. കുടിശ്ശിക കൊടുക്കാതെ കാരുണ്യ പദ്ധതിയെ അസന്ന മരണത്തിലേക്ക് തള്ളിവിടുകയാണ് ഇടത് സർക്കാർ എന്നുള്ള ഒരു ആരോപണം കൂടെ ഇതോടൊപ്പം തന്നെ ഉയരുന്നുണ്ട്. എന്തായാലും കേരളത്തിന്റെ വരുമാന മാർഗങ്ങളിൽ ഏറ്റവും വലിയ വിജയകരമായി കിട്ടുന്ന കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഒരു മേഖലയായ ലോട്ടറി, ആ ലോട്ടറി സമ്പ്രദായത്തിലൂടെ അടക്കം ഫണ്ട് ശേഖരിച്ചിട്ടാണ് കാരുണ്യ പദ്ധതി നടപ്പിലാക്കുന്നത്. എന്നിട്ടും ഇത്തരത്തിൽ വലിയൊരു കുടിശ്ശിക വരുന്നു എന്ന് പറയുമ്പോൾ സർക്കാരിലേക്ക് വരുന്ന തുകയെല്ലാം പിന്നെ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നൊരു ചോദ്യം കൂടെ ഇവിടെ ചോദിക്കാനുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന് ഹെലികോപ്റ്റർ വാടകയ്ക്കടക്കം ട്രഷറി നിയന്ത്രണങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് പണം അനുവദിക്കാൻ കഴിയുന്ന ധനമന്ത്രി KN ബാലഗോപാലും ഇതൊന്നും കാണുന്നില്ലേ എന്നതും ചോദ്യം. എന്തായാലും ഇങ്ങനെ ഒരു നാട്ടിലാണ് ആരോഗ്യരംഗത്ത് പണം കണ്ടെത്താനാകാതെ കടം കയറി മുടിയാൻ പോകുന്നത് എന്ന് കേൾക്കുമ്പോൾ ദയനീയാവസ്ഥ തന്നെയാണ്. ഒരു മനുഷ്യന്റെ ജീവനേക്കാൾ വലുത് ഇന്നാട്ടിലെ ഭരണവർഗത്തിന്റെ ആഡംബര ജീവിതമാണ് എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇടത് സർക്കാർ. സാമ്പത്തിക പ്രതിസന്ധിയാണ്, എല്ലാം ശരിയാകട്ടെ എന്ന് കരുതി പിന്നീട് പറക്കാമെന്ന് കരുതി മുഖ്യമന്ത്രി വിചാരിച്ചിരുന്നുവെങ്കിൽ ഈ തീരുമാനങ്ങൾ, ഈ വാടക കുടിശ്ശികയെല്ലാം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഒരു മനുഷ്യന്റെ അവസ്ഥ അങ്ങനെയല്ല, ഒരു രോഗിയുടെ അവസ്ഥ അങ്ങനെയല്ല. ഒരു നേരത്തെ കഞ്ഞിക്ക് പോലും വകയില്ല എങ്കിൽ പോലും ദിനം പ്രതി കഴിക്കുന്ന മരുന്നുകൾ അന്നന്ന് കഴിച്ചിരിക്കണം. 1000-ന്റെയും 10,000-ന്റെയും മരുന്നുകളാണ് ഓരോ രോഗികളും ചില ദിവസങ്ങളിൽ കഴിക്കുന്നത്. പണമില്ല, ഇന്ന് മരുന്ന് കഴിക്കേണ്ട എന്ന് അവർ കരുതിയാൽ ചിലപ്പോൾ അവർ ഒരു നേരത്തെ ആ മരുന്ന് മാറ്റിവെക്കുമ്പോൾ അയാൾക്ക് അയാളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് കേരളത്തിൽ ആരോഗ്യ മേഖലയാണ് നമ്പർ 1 എന്ന് പറയുമ്പോൾ തന്നെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളാണ് ആദ്യം തീർക്കേണ്ടത്. പിന്നീടാകാം ആഡംബര ജീവിതവും ജനവിരുദ്ധ ഭരണവും ഒക്കെ.